ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ തന്റെ 9ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഞായറാഴ്ച കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പകരം ഇന്ത്യ വെനസ്വേലൻ എണ്ണ വാങ്ങുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഞങ്ങൾ ഇതിനകം തന്നെ ആ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. കരാറിന്റെ ആശയം വാഷിംഗ്ടൺ DC-യിൽ നിന്നുള്ള ഫ്ലോറിഡയിലേക്കുള്ള യാത്രാമധ്യേ എയർഫോഴ്സ് വണ്ണിൽ മിസ്റ്റർ ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എണ്ണ വിപണന കമ്പനികൾ 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില 49 രൂപയായി വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു. ദേശീയ തലസ്ഥാനത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ ചില്ലറ വിൽപ്പന വില 1740.50 പരിഷ്കരിച്ചു. അതേസമയം 14.2 കിലോഗ്രാം ഗാർഹിക LPG സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. അറബ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലസ്തീൻ വിദേശകാര്യ സഹമന്ത്രി വർസൻ അഖബേക്കിയൻ ഷാഹിനുമായി കൂടിക്കാഴ്ച നടത്തി. പലസ്തീനികൾക്കുള്ള ഇന്ത്യയുടെ പിന്തുണ വീണ്ടും ഉറപ്പിച്ചു.